ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ജനനായകൻ ഞായറാഴ്ച ദിനം ആളിക്കത്തുകയാണ്. പ്രീസെയിലൂടെ തന്നെ റെക്കോർഡ് തൂക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. മൂന്നാം ദിനവും മികച്ച കളക്ഷനായിരുന്നുവെങ്കിൽ നാലാം ദിനം അതിന് മുകളിലേക്ക് ഇന്നത്തോടെ സിനിമ 200 കോടി കടക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ 210 കോടിയിലേക്ക് ടച്ച് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനനായകൻ്റെ ഇന്നലത്തെ കളക്ഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായി 34,82,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ റെക്കോർഡായിരുന്നു 22,01,00,000 രൂപയോളം വന്നപ്പോൾ കർണാടകത്തിൽ നിന്ന് 4,64,00,000 രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് 2.5 കോടിയോളമാണ് നേടിയത്. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 1,53,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4,14,00,000 രൂപയും ഈ ഒരു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും മിന്നുന്ന പ്രകടനമാണ് സിനിമയ്ക്ക് ശനിയാഴ്ച നടത്താൻ കഴിഞ്ഞത്. 26-ാം തീയതി ഇന്നത്തെ പ്രീസെയിൽ തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കതൊരു വലിയ രീതിയിലുള്ള കുതിപ്പ് കാണാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം 12 കോടിയായിരുന്നു, അതായത് ശനിയാഴ്ച ദിവസം 12 കോടിയോളമായിരുന്നു, അല്ലെങ്കിൽ 12.5 കോടിക്കടുത്തായിരുന്നുവെങ്കിൽ ഇന്ന് ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് 14,20,00,000 രൂപ പ്രീസെയിലൂടെ തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രമുഖ ട്രാക്കേഴ്സായ WTF, അതായത് ഏറ്റവും ജെനുവിനായിട്ട് നമുക്ക് വാട്ട് ദ ഫസ്റ്റ് ഒഫീഷ്യൽ അവർ വിടുന്ന കണക്കുകളാണ്. അത് നമുക്ക് ഏറ്റവും ജെനുവിനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു പ്രീസെയിൽ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് തുടർച്ചയായി, അതായത് തമിഴ്നാട്ടിൽ നിന്ന് സിനിമ 60 കോടിക്കടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ പ്രീസെയിൽ 1,11,00,000 രൂപയാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് പുറത്ത് വരുന്ന ചില കാര്യങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ പോസ്റ്ററുകൾ അനുസരിച്ച് 182 കോടിയോളമാണ് ട്രാക്കേഴ്സ് പുറത്ത് വിടുന്നത്. ഏകദേശം 165 തൊട്ട് 170 കോടിക്കിടയിലാണ് ഇതിൻ്റെ കളക്ഷൻ വരാനുള്ള ഏറെയും ചാൻസ്. എന്തായാലും നമ്മളൊരു ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഹിന്ദിയിലും സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള കുതിപ്പ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. 10 കോടിയിലേക്ക് ഇന്നുകൊണ്ട് സിനിമ എത്തുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. ജനനായകൻ അല്ലെങ്കിൽ ജൻ നായക് എന്നുള്ള ആ ഒരു പേരിലിറങ്ങിയ ചിത്രത്തിന് ഇന്നലെയും മികച്ച കളക്ഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതിന് മുകളിലേക്ക് കുതിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ജനനേത എന്ന സിനിമയ്ക്ക് 3 ദിവസങ്ങൾ കൊണ്ട് ഗ്രോസായി ലഭിച്ചിരിക്കുന്നത് 8,75,00,000 രൂപയാണ് ഹിന്ദി വെർഷൻ. അതായത് മൂന്നാം ദിനം ആദ്യ ദിനത്തെയും രണ്ടാം ദിനത്തേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. ഹ്യൂജ് സൺഡേ എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ റൈറ്റ്സ് വിറ്റുപോയത് 4,50,00,000 രൂപയ്ക്കാണ്. ഹിന്ദി മേഖലയിൽ ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി ഇപ്പോൾ തന്നെ 3,94,00,000 രൂപ. അതായത് ഇന്നത്തോടെ സിനിമ അവിടെ പ്രോഫിറ്റബിൾ ആവുകയാണ്. 87% റിക്കവറി ഇന്നലെ കൊണ്ട് സിനിമയ്ക്ക് നടന്നു, ശനിയാഴ്ച കൊണ്ട് തന്നെ നടന്നു. ഹിന്ദിയിലൊരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് സിനിമ പോവുകയാണ് എന്നുള്ളതാണ്. സിനിമയുടെ ആദ്യ ശനിയാഴ്ചത്തെ ടിക്കറ്റ് സെയിൽ ജനനായകന് 488K ആണ് എന്നുള്ളതാണ് പുറത്ത് വരുന്ന റെക്കോർഡുകൾ. എന്താണേലും 1 മില്യൺ നോർത്ത് അമേരിക്കൻ ഡോളർ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഗംഭീരമായിട്ട് കുതിപ്പ് തന്നെയാണ് കാണാനുള്ള. ആദ്യ ദിനം 2,55,00,000 രൂപ ഹിന്ദി മേഖലയിൽ നിന്ന് ലഭിച്ചപ്പോൾ രണ്ടാം ദിനം 2,74,00,000 രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. മൂന്നാം ദിനം 3,46,00,000 രൂപ ലഭിച്ചപ്പോൾ ഇന്ന് സിനിമ 4.5 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രവചിക്കപ്പെടുന്നത്. ഏറെക്കുറെ അത് ശരിയാകുമെന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഇവിടെ സിനിമയുടെ തമിഴ്നാട്ടിലെ ആദ്യ ദിനം 15,88,00,000 രൂപയായിരുന്നു ലഭിച്ചതെങ്കിൽ രണ്ടാം ദിനം വലിയ ഇടിവ് 9,38,00,000 രൂപയിലേക്ക് പ്രീസെയിൽ കുറയുന്നത് നമ്മൾ കണ്ടു. പ്രീസെയിൽ കണക്കുകളാണ് നമ്മൾ പറയുന്നത്. മൂന്നാം ദിനം 12,47,00,000 രൂപ പ്രീസെയിലൂടെ നേടിയപ്പോൾ നാലാം ദിനമായ ഇന്ന് 14,19,00,000 രൂപ നേടാൻ കഴിഞ്ഞു. അതായത് ഇന്ന് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് 20 കോടി, അതായത് ഇന്നത്തോടെ സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 70 കോടിയിലേക്ക് ടച്ച് ചെയ്യപ്പെടും എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിലും കൊടുങ്കാറ്റായി തന്നെ സിനിമ ഉയരുന്ന കാഴ്ച. 10 കോടി കടക്കുന്നു 3 ദിവസം കൊണ്ട്. 12-ാം ദിനം കൊണ്ട് സിനിമ, നാലാം ദിനം കൊണ്ട് സിനിമ 12 കോടിക്ക് മുകളിലേക്ക്, 12.5 കോടി 13 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളതാണ്. ഇന്നലെയും മികച്ച കളക്ഷനാണ് സിനിമയ്ക്ക് നേടാനായത്. ഒരു സിനിമയെ തകർക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു. നമുക്കറിയാം, വിജയ് പടമാണ്, ഇതിന് ലീക്ഡ് വെർഷനാണ്. എന്തിന് ഇവിടുത്തെ പല യൂട്യൂബേഴ്സ് പോലും ഇതിന് എന്താകും, എങ്ങനെയാകും ഒരു സാധാ പടം എന്നുള്ള ലെവലിലൊക്കെ കൊണ്ടുപോയെങ്കിൽ ഇത് വിജയാണ്, വിജയുടെ പടമാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാ സിനിമയല്ല. ബാക്കി ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും അതിൻ്റെ മുകളിൽ നിൽക്കും വിജയ് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കപ്പെടുകയാണ്. 250 കോടിയിലേക്ക് സിനിമ മുന്നോട്ട് പോകുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഗ്രീൻ മീഡിയാസ്.